ഹലോ സ്റ്റുഡൻസ്, ഇന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോണിക് സെക്ഷൻസ്. വാട്ട് ഈസ് കോൺ? എന്താണൊരു കോൺ? ഈ കോണിൻ്റെ ഷേപ്പ് നിങ്ങൾ പലപ്പോഴായിട്ട് പല ഒബ്ജക്റ്റുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോൺ എന്നുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു കോൺ ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് എ സർഫസ് generated by moving a straight line, keeping one of its end fixed and other end makes a closed curve. ഇവിടെ നോക്കാം, ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് വെർട്ടെക്സ് ഓർ അപ്പെക്സ്, ഇതാണ് ആ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ, അതിന് ചുറ്റും അല്ലേ ഒരു ജനറേറ്റ് ചെയ്യുന്ന സർഫസ്. ആ സർഫസ് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണിൽ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ ബേസ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടൊരു സർക്കിൾ ആണെങ്കിൽ അതാണ് കോൺ എന്ന് പറയുന്നത്. അതേ ബേസ് തന്നെ ഒരു പോളിഗൺ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് പിരമിഡായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ ക്ലോസ്ഡ് കർവായിട്ടുള്ള ബോട്ടം മോസ്റ്റ് പോർഷനെ പറയുന്ന പേരാണ് ബേസ് എന്നുള്ളത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബേസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിൻ്റുള്ള ആ ഒരു പോയിൻ്റാണ് വെർട്ടെക്സ് ഓർ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇതേ പോയിന്റിൽ തന്നെ കോൺ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലുള്ള ജോയിൻസ്, ദ ലൈൻ ജോയിൻസ് അപ്പെക്സ് ടു ദി സെൻറ്റർ ഓഫ് ബേസ് ലൈൻ ഈസ് കാൾഡ് ആക്സിസ്, അതായത് കോൺ ആക്സിസ്. ടോപ്പിലുള്ള വെർട്ടെക്സ് ഓർ അപ്പെക്സ് എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ബേസിലുള്ള സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഡോട്ടഡ് ലൈൻ, അതിനെ പറയുന്ന പേരാണ് കോൺ ആക്സിസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സർഫസ്, ഇതിന് ചുറ്റുമുള്ള ഈ സർഫസ് ജനറേറ്റ് ചെയ്യുന്ന ഈ പോർഷൻ, ഇതാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് ഇതിന് ചുറ്റും, ഈ ഒരു പോയിന്റിന് ചുറ്റും നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു പോർഷനെ, ജനറേറ്റ് ചെയ്യുന്ന പോർഷനെയാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇഫ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ബേസ് ഇറ്റ് ഈസ് കാൾഡ് ആസ് റൈറ്റ് സർക്കുലർ കോൺ. നമുക്ക് ഇവിടെ കണ്ട 90 ഡിഗ്രിയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് ഈ ഫിഗറിൽ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതായത് ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ കോണിനുള്ള ആക്സിസ്, അതായത് വെർട്ടെക്സ് കാണിച്ചിട്ടുള്ളത്, കോൺ ആക്സിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് റൈറ്റ് സർക്കുലർ കോൺ എന്നാണ്. ഇഫ് ആക്സിസ് ഓഫ് എ കോൺ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ബേസ് ഇറ്റ് ഈസ് കാൾഡ് ആസ് ഒബ്ലിക് കോൺ. ഇവിടെ നോക്കാം, ഇതേ 90 ഡിഗ്രി കാണിച്ചത് തന്നെ ഇനി 90 ഡിഗ്രി അല്ല, അതായത് പെർപെൻഡിക്കുലർ അല്ലാത്ത രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ, അതായത് ആംഗിളിൽ വ്യത്യാസം വരുന്ന രീതിയിൽ ആണ് നമുക്ക് ബേസിനെ സംബന്ധിച്ചെന്നുണ്ടെങ്കിൽ അത്തരം കോണിനെ പറയുന്ന പേര് ഒബ്ലിക് കോൺ എന്നാണ് പറയുന്നത്. The line joins vertex or apex to the circumference of a cone is known as generator. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ സർക്കംഫറൻസ് ആയിട്ടുള്ള ഈ ഒരു സർഫസിന് പറയുന്ന പേര് ജനറേറ്റർ എന്നാണ്. അടുത്ത നമുക്ക് കോണിക്സ് എന്താണെന്ന് നോക്കാം. കോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്ഷൻ ഒബ്റ്റെയിൻഡ് ബൈ ദി intersection of a right circular cone by a cutting plane in different position relative to the axis of the cone are called conics. അതായത് ഓരോ കോണിനെയും നമുക്ക് ഓരോ തലത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്ലെയിൻ വെച്ചിട്ട്, ഇതൊരു പ്ലെയിനാണ്, അതുപോലെ തന്നെ ഇതൊരു പ്ലെയിനാണ്, ഇൻക്ലൈൻ ആയിട്ടാണ് ആ പ്ലെയിൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണിനെ നമ്മൾ പല ആംഗിളിലായിട്ട് നമുക്ക്, അതായത് നമ്മുടെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടാവാം, ഹൊറിസോണ്ടൽ ആയിട്ടാവാം, പെർപെൻഡിക്കുലർ ആയിട്ടാവാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈമിലും നമുക്ക് ഓരോ ഷേപ്പുകളാണ് അവിടെ ഫോം ചെയ്യുന്നത്, ഓരോ ടൈപ്പ് കർവുകളാണ് നമുക്കവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോണിക്സ് എലിപ്സ് മോഡൽ ഉണ്ടായിരിക്കും, സർക്കുലർ മോഡൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ടൈപ്പിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അവിടെ കട്ട് ചെയ്യുന്ന ആ സെക്ഷൻ എന്ന് പറയുന്നത് ഓരോന്നാണ്, ഡിഫറെൻറ്റ് ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ പറയുന്നതാണ് കോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇമേജുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിതൊരു കോണാണ്, ആ കോണിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഈ പ്ലെയിനിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ഹാച്ചാണ് ഈ കാണിച്ചിട്ടുള്ളത്, ഈ ഭാഗമാണ് കട്ടായി പോകുന്നത്. നിങ്ങളിതുപോലെ തന്നെ ഒരു മോഡൽ കയ്യിൽ പിടിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഭാഗത്തുനിന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സർക്കിളാണ് കിട്ടുന്നത്. ആ സർക്കിളാണ് തൊട്ട് താഴെ കാണിച്ചിട്ടുള്ളത്. ആ സർക്കിളിൻ്റെ പോർഷനാണ് ഈ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത് റെഡ് കളറിൽ. തൊട്ടിപ്പുറത്തുള്ളത് നമുക്ക് ചെറുതായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ആയി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള സർഫസ് ഈ രീതിയിലാണ് കിട്ടുന്നത്.
അതിനുശേഷം ഇതേപോലെ തന്നെ കോണിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചെറിയൊരു സൈഡ് മാത്രം കട്ടാക്കി പോയിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ഇമേജിൻ്റെ പോർഷനാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷനിൽ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെർമിനോളജി ഓഫ് കോണിക്സ്. ടെർമിനോളജി ഓഫ് കോണിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു കോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ്, ഫോക്കൽ പോയിൻ്റ്, അതുപോലെ തന്നെ ഫോക്കസ്, ഡയറക്ട്രിക്സ്, നോർമൽ, ടാൻജൻറ്റ് പ്ലെയിൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളതിൽ വരയ്ക്കുന്നതാണ്. അപ്പോൾ ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ഒരു സർക്കിൾ ആയിക്കോട്ടെ, നമ്മൾ ഫോം ചെയ്യുന്ന എന്താണോ ഒരു കോണിൻ്റെ ഒരു സെക്ഷൻ ചെയ്ത ഭാഗത്ത് ഫോം ചെയ്യുന്നത് ചിലപ്പോൾ ഏത് ടൈപ്പ് കർവാണോ ആ കർവിൽ ഏതെങ്കിലും പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത്, ടാൻജൻറ്റ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ആ പ്ലെയിനാണ് ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ദ ടാൻജൻറ്റ് പ്ലെയിൻ ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് കോൺ. കോണിന് എപ്പോഴും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതിൽ കാണാം നമുക്ക് ഒരു പ്ലെയിൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് ടെർമിനോളജി ഓഫ് കോണിക്സ് എന്നുള്ള ടേമിൽ ഈ കോണിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലെയിനാണ് ഇവിടെ കട്ടാവുന്നത്. ഈ പ്ലെയിൻ കട്ടാവുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണുന്ന ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്താണോ ആ വ്യൂ ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കാൻ പഠിക്കുന്നതും ഈ ഒരു വ്യൂവിനെയാണ്. ഇങ്ങനെ കട്ടാവുന്ന ഒരു സെക്ഷൻ പ്ലെയിൻ കട്ടാവുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് വരയ്ക്കുന്നതാണ്. ഈ ഡി ഡി എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ കറസ്പോണ്ടിങ് ഈ ഒരു ഹൊറിസോണ്ടൽ തല ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഫോക്കൽ പോയിൻറ്റും എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണ്. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പിന്നെ വി വി ഡാഷ് എന്ന് പറയുന്ന ലൈന് ആക്സിസ് ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ നിങ്ങൾക്ക് എന്താ അറിയാം, അതായത് ടാൻജൻറ്റ് വരയ്ക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന പോയിന്റ്, അതിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. ഫോക്കൽ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഒരു സ്ഫിയറിൽ നമ്മൾ എവിടെയാണോ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നത്, സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നത്, അത് കൂടിച്ചേരുന്ന ആ ഒരു സ്ഫിയറിൻ്റെ പോർഷനെയാണ് ഫോക്കൽ സ്ഫിയർ എന്ന് പറയുന്നത്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈസ് എ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് സെക്ഷൻ പ്ലെയിൻ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി ഡി ആൻഡ് ഡി ഡാഷ്. അതായത് രണ്ട് സൈഡിലുള്ളത് കൊണ്ടാണ് ഡി ഡി എന്ന് പറയുന്നത്. ഈ ആക്സിൽ കണ്ടില്ലേ, ഇവിടെ ഡി ഡി എന്നുള്ളൊരു ആക്സിസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡി ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് ഉണ്ടായിരിക്കും. ഇത് കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഡയറക്ട്രിക്സ് എന്നുള്ളത്. ഫോക്കസ് ഓഫ് എ കോണിക്സ് എന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പോർഷന് ഒരു ബേസ് പോയിന്റ് മുതലാണ് നമ്മൾ ഓരോ പോയിന്റും വരച്ചു തുടങ്ങുന്നത്. അതായത് നമ്മൾ കർവ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് കർവ്, പാരബോള, ഹൈപ്പർബോള, എലിപ്സ്, ഈ ഓരോ പോയിന്റിലേക്കുള്ള നമ്മൾ വരയ്ക്കുന്ന ഓരോ പോയിന്റും ഈ ഒരു ഫോക്കസ് പോയിന്റിനെ ഡിനോട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഓഫ് എ കോണിക് ഈസ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഫോക്കൽ സ്ഫിയർ ആൻഡ് സെക്ഷൻ പ്ലെയിൻ. ഫോക്കൽ സ്ഫിയറും അതുപോലെ തന്നെ സെക്ഷൻ പ്ലെയിനും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് അതുപോലെ എഫ് ഡാഷ്, അത് രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ളത് എഫ്, അതുപോലെ തന്നെ ഇവിടെ ഒരു എഫ് ഡാഷും നമുക്ക് ഉണ്ടായിരിക്കും. അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് കോണിക് സെക്ഷൻസ്. ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് കോണിക് സെക്ഷൻസ് ഉള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കിൾ, സെക്കൻഡ് എലിപ്സ്, തേർഡ് വൺ എന്ന് പറയുന്നത് പാരബോള ആൻഡ് ഹൈപ്പർബോള, ലാസ്റ്റ് വൺ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഒരു കോണ് പല രീതിയിൽ സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ ടൈമിലും നമുക്ക് ലഭിക്കുന്ന ഓരോ കോണിക് സെക്ഷൻസ് ആണ് സർക്കിൾ, എലിപ്സ്, പാരബോള, ഹൈപ്പർബോള, ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ഓരോ ടേംസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കിൾ. ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ആവുന്നത്. ഒരു കോണിനെ ഒറിസോണ്ടലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത്, സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് എന്ത്, സർക്കിൾ എന്ന് പറയുന്നത്. വെൻ ദി കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓർ പാരലൽ ടു ദി ബേസ് ഇൻ എ റൈറ്റ് കോൺ വി ഗെറ്റ് സർക്കിൾ ഓഫ് സെക്ഷൻ.
റൈറ്റ് കോണിൻ്റെ കറക്റ്റ് നമുക്കൊന്നെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ ബേസിന് പാരലലായിട്ടും ഒരു സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ഇത് സെക്ഷൻ പ്ലെയിൻ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അതിനാണ് പ്ലെയിൻ എന്ന് കാണിച്ചിട്ടുള്ളത്. സെക്ഷൻ പ്ലെയിൻ ആണ് ഈ ഒരു പ്ലെയിന്. അപ്പോൾ ഈ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് സർക്കിളാണ് കിട്ടുന്നത്. അതാണ് സർക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എലിപ്സ് ആണ്. എലിപ്സ് നമുക്ക് കിട്ടുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എലിപ്സ് കിട്ടുന്നത്. ഇവിടെ നോക്കുക, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ പ്ലെയിൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് കോണ്. ഈ കോണിന് നമ്മൾ ഈ രീതിയിലാണ് ആംഗിളിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. വെൻ ദി കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. അതായത് ഇതാണ് ശരിക്കും നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്, കോൺ ആക്സിസ്. ഈ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബട്ട് നോട്ട് പാരലൽ ടു ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്, സർഫസിൻ്റെ ജനറേറ്ററായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ പോർഷനാണ്. അതിനൊരിക്കലും പാരലല്ല. കാരണം എന്താ, ഈ ലൈൻ ഇങ്ങനെയാണ് ഈ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പ്ലെയിൻ എങ്ങനെയാണ്, ഒരിക്കലും അതിന് പാരലായിട്ടല്ല. അതാണ് കാണിച്ചത്. ബട്ട് നോട്ട് പാരലൽ ടു ജനറേറ്റർ ഓർ ദി ഇൻക്ലിനേഷൻ ഓഫ് ദി കട്ടിംഗ് പ്ലെയിൻ ആൽഫ ഈസ് ജനറേറ്റർ ഗ്രേറ്റർ ദാൻ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ദി സെമി കോൺ ആംഗിൾ. ഇവിടെ മാർക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ആക്സിസിന് കറസ്പോണ്ടിങ് ജനറേറ്ററുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ തീറ്റേനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും എന്ത്, ആൽഫ പറഞ്ഞ് ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ഇതിന് പാരലൽ ആയിരിക്കില്ല എന്നുള്ള മീനിങ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ തീറ്റ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എലിപ്സ് എന്ന് പറയുന്നത്. അടുത്ത കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പാരാബോളയാണ്. പാരാബോള നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഒരു കോണിൻ്റെ ഇൻക്ലൈൻഡ് ആയിട്ട്, ജനറേറ്ററിൻ്റെ പോർഷന് ഇൻക്ലൈൻഡ് ആയിട്ട്, അതേപോലെ തന്നെ ഒന്നെങ്കിൽ ഇവിടെ പാരലായിട്ട്, ഒരു ജനറേറ്ററിൻ്റെ ഒരു സൈഡിന് ഇൻക്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ ബേസിന് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ജനറേറ്ററിൻ്റെ ഈ സൈഡിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ, ആൽഫ അതുപോലെ തന്നെ തീറ്റ ഈക്വൽ ആയിരിക്കും. തീറ്റ കാണിച്ച ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻക്ലിനേഷൻ വെച്ച് വെർട്ടിക്കൽ ചെക്ക് ചെയ്യുമ്പോൾ അതും ആൽഫ എന്ന് പറയുന്നതും തീറ്റ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് ജനറേറ്ററിൻ്റെ അതേ ഇൻക്ലിനേഷൻ ആയിരിക്കും നമ്മുടെ കട്ടിംഗ് പ്ലെയിനിന് ഉണ്ടായിരിക്കുക. വെൻ ദി കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ് ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദി ജനറേറ്റേഴ്സ് of the cone or the inclination of the plane alpha is equal to semi-cone angle. ഓക്കെ, അപ്പോൾ ഈ ആൽഫ പറയുന്ന ആംഗിളും അതുപോലെ തന്നെ തീറ്റ പറയുന്ന ആംഗിളും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ് പാരാബോള. ഈ പാരാബോളൻ്റെ ഷേപ്പാണ് നമുക്കിവിടെ റെഡ് കളറിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു കോണിക്സ് എന്ന് പറയുന്നത്. അടുത്ത കോണിക്സ് എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള എന്ന് പറയുന്നത് നമ്മൾ കട്ടിംഗ് പ്ലെയിന് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് മുകളിൽ നിന്ന് പാരലായിട്ട്, ആക്സിസിന് പാരലായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജ് ആണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുന്നത് ആൽഫ ലെസ് ദാൻ തീറ്റ ആയിരിക്കും. ഇവിടെ നോക്കുക, ആൽഫ എന്താണ്, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആൽഫ എന്ന് കാണിച്ചിട്ടുള്ളത്. അത് തീറ്റ ഈക്വൽ ആയിട്ടാണ് രണ്ടും പാരലായിരിക്കുന്നത്. രണ്ട് ആക്സിസിന് കറക്റ്റ് പാരലായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് when the cutting plane contains the apex, കറക്റ്റ് അപ്പെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. വി ഗെറ്റ് എ ട്രയാങ്കിൾ ആസ് എ സെക്ഷൻ. അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പോർഷനാണ് നമുക്ക് കറക്റ്റ് ആക്സിസിൻ്റെ അതേ ലൈനിലൂടെ നമ്മൾ ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അത് റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത് കോണിക്സ് എന്നുള്ളതിൽ വരുന്ന മെയിൻ ടേംസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് സാധാരണ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏത് പ്ലെയിനിൽ വെച്ചിട്ടാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു കട്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടുന്ന ഇമാജിന്, ആ ഒരു ഭാഗത്തുള്ള ഇമാജിനെയാണ് നമ്മൾ കോണിക്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒന്നും കൂടി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ലോക്കസ് ഓഫ് എ പോയിന്റ്. ലോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് നമ്മൾ വരയ്ക്കുന്ന കർവുകളുടെ പോയിന്റ് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ലൈൻ, ആ ഒരു പാത്ത്, അതാണ് ലോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ലോക്കസ് ഓഫ് പോയിന്റ് മൂവ്സ് in a plane such a way that the ratio of its distance from fixed point focus bracket focus to a fixed straight line directrix is always constant. എപ്പോഴും നമ്മൾ ഈ ഒരു ഡയറക്ട്രിക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് പെർപെൻഡിക്കുലർ ആയിട്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചതിന്
കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതാണ് എന്ത്, ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പോയിന്റുകളും വരയ്ക്കുന്നത്. ആദ്യത്തെ ഒരു പോയിന്റാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് സ്ട്രൈറ്റ് ലൈൻ ഈസ് കാൾഡ് ആസ് ഡയറക്ട്രിക്സ്. അതാണ് ഈ കാണിച്ചിട്ട് ഒരു ഫിക്സ്ഡ് സ്ട്രൈറ്റ് ലൈൻ. ഫിക്സ്ഡ് പോയിന്റ് ഈസ് കാൾഡ് ആസ് ഫോക്കസ്. ഈ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. എഫ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോണിക്കൽ കർവ് കിട്ടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. The line passing through focus and perpendicular to directrix is called axis. ഇവിടെ നോക്കി നോക്കുക, അതായത് നമ്മൾ ആക്സിസ് ആയിട്ട് കാണിച്ച് റെഡ് ലൈൻ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിസ് എന്ന് പറയുന്നത്. ദ ഇൻ്റർസെക്ഷൻ ഓഫ് കോണിക് കർവ് വിത്ത് ആക്സിസ് ഈസ് കാൾഡ് വെർട്ടെക്സ്. അതായത് നമ്മുടെ കോണിക് കർവിൽ ആക്സിസിൽ കിട്ടുന്ന ഒരു പോയിന്റ്, അതാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ വി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ആക്സിസ്. ആക്സിസിൽ കിട്ടുന്ന നമ്മൾ കർവ് വരയ്ക്കുന്ന സമയത്ത് എലിപ്സ് ആവാം, അതല്ലെങ്കിൽ ഹൈപ്പർബോള, പാരബോള ഇതൊക്കെ ആവാം, അതിൽ സർക്കിൾ. ഇതിൽ ഈ ഒരു പോയിന്റ് നമ്മൾ ആക്സിസിലൂടെ കണക്ട് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് വെർട്ടെക്സ്. അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും വി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ വി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, വി എഫ് ഡിവൈഡഡ് ബൈ വി സി, അതായത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, ഫോക്കൽ ഡിസ്റ്റൻസിലേക്കുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിഗർ വരയ്ക്കാൻ നമുക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ച് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് എലിപ്സ്, പാരബോള ഇതൊക്കെ വരയ്ക്കുന്ന സമയത്ത് എക്സെൻട്രിസിറ്റി മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എലിപ്സ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആ സെക്ഷനിൽ നോക്കാം. ഫസ്റ്റ് വൺ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിപ്സിനെ കുറിച്ചാണ്. എലിപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. പ്രോബ്ലം നോക്കുക. വൺ ഫോക്കസ് ഓഫ് എൻ എലിപ്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 mm ഫ്രം ഇറ്റ്സ് ഡയറക്ട്രിക്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഡയറക്ട്രിക്സിൽ നിന്ന് 30 mm മാറിയിട്ടാണ് ഫോക്കസ് പോയിന്റ്, അതായത് എഫ് എന്ന് പറയുന്നത്. ഡ്രോ ദി എലിപ്സ് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവൺ ദി എക്സെൻട്രിസിറ്റി ആസ് 3/5 ആണ്. 3/5 അതിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. തൊട്ട് മുന്നത്തതിൽ പറഞ്ഞു നമ്മുടെ എക്സെൻട്രിസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രോ എ ടാൻജൻറ്റ്, നമ്മളോട് ചോദിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞത് എലിപ്സ് വരച്ചാൽ മാത്രം പോരാ. ഡ്രോ എ ടാൻജൻറ്റ് ആൻഡ് എ നോർമൽ അറ്റ് എ പോയിന്റ് 25 mm ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എലിപ്സ് വരച്ച് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 25 mm ആ ഒരു ആർക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്തൊരു പോയിന്റ് കാണിക്കണം. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ടാൻജൻറ്റും വരയ്ക്കണം, അതുപോലെ തന്നെ ഒരു നോർമലും വരച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരയ്ക്കേണ്ടത് നിങ്ങൾ ഒരു ഡി എന്ന് പറയുന്ന ഡയറക്ട്രിക്സ് ആണ് ആദ്യം വരയ്ക്കേണ്ടത്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡി എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആദ്യം വരച്ചു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റ് എനി പോയിന്റ് എ ഓൺ ഡി എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു മിഡിലായിട്ട് നമുക്ക് എ എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്ന ഒരു ലെങ്ത്ത്, കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ലെങ്ത്ത് വരയ്ക്കുക. ഇവിടെ കാണാം ഈ ഫിഗറിൽ എ ഡാഷ് എന്ന് പറയുന്നത് വരച്ചിട്ടുണ്ട്. തേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ അടുത്ത് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ഫോക്കൽ മാർക്ക് ചെയ്യണം. ഫോക്കസ് ഏത് പോയിന്റിലാണ് ഫോക്കസ് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡി എന്ന് പറയുന്ന ഡയറക്ട്രിക്സ് നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അളവൊന്നും അറിയില്ല. അതായത് വി മുതൽ വെർട്ടെക്സ് മുതൽ എഫ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് മുതൽ വി വരെയുള്ള ഡിസ്റ്റൻസും നമുക്കറിയില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് വി എഫ് ഡിവൈഡഡ് ബൈ വി എഫ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് മുതൽ എഫ് വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെർട്ടെക്സ് മുതൽ എ എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 3/5 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം, കണ്ടില്ലേ 3/5, അതാണ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വി എഫ് ഡിവൈഡഡ് ബൈ എ എഫ് സീക്വൽ ടു 3/8 ആണ്. 3/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലാണ്. എ എഫ് എന്ന് പറഞ്ഞാൽ എ മുതൽ എഫ് വരെയും ടോട്ടൽ എന്ന് പറയുന്നത് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 എന്നുള്ളത് 3 + 5 8 ടോട്ടൽ 8 ഭാഗങ്ങളുണ്ട്. ആ 8 ഭാഗത്തിൽ 3 പോർഷൻ്റെ ഭാഗം എന്താണ് വി എഫ് ഡിസ്റ്റൻസ് ആണ്.
ഓക്കെ, ടോട്ടൽ 8 ഭാഗത്തിൽ വി എഫ് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് 3 ഭാഗമാണ് എന്നാണ് മീനിങ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, എ എഫ് എത്രയാണ് തന്നിട്ടുള്ളത്, 30 mm ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വി എഫ് ഇസ് ഈക്വൽ ടു 3/8 × 30. അപ്പോൾ നമുക്ക് നിശ്ചിത പെർസെൻറ്റേജ് കിട്ടില്ലേ, 8ൽ 3 ഭാഗം, 30ൻ്റെ 8ൽ 3 ഭാഗം എത്രയാണെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്, 11.25 എന്ന് കിട്ടി, അത്രയും mm. അതുപോലെ തന്നെ വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എ ഇസ് ഈക്വൽ ടു എ എഫിൽ നിന്ന് വി എഫ് കുറയ്ക്കുക. എ എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടെ നോക്കാം, എ എഫ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് എഫ് കിട്ടി, എഫ് എന്നുള്ള പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് എ എഫിൽ നിന്ന് വി എഫ് കുറയ്ക്കുക, കണ്ടില്ലേ? അപ്പോൾ 18.75 എന്നുള്ള ടേം കിട്ടും. അപ്പോൾ ടോട്ടൽ ഇവിടം മുതൽ ഇവിടം വരെ എ എഫ് എന്ന് പറയുന്നത് 30 ആണ്. 30ൽ നിന്ന് വി എഫ് നമുക്ക് എന്ത് കിട്ടി, 11.25 എന്ന് കിട്ടി. അപ്പോൾ എ വി ഈസ് ഈക്വൽ ടു എ എഫ് മൈനസ് വി എഫ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടി. അങ്ങനെ മാർക്ക് ദി വെർട്ടെക്സ് ക്യാപിറ്റൽ വി ഓൺ എ എഫ് സച്ച് ദാറ്റ് എ എഫ് എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ വി മാർക്ക് ചെയ്തു. അടുത്ത് ചെയ്യുന്നത് നോക്കാം. അടുത്ത് ചെയ്യുന്ന ഇ എന്ന് പറയുന്ന പുതിയൊരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ഇ എങ്ങനെ എടുക്കുന്നതെന്നാണ്. ആദ്യം നമ്മൾ വി എന്നുള്ള പോയിന്റിൽ എ എഫിന് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കുക ഈ ലൈനിൽ. എന്നിട്ട് വി എഫ് എന്നുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക മുകളിലേക്ക്. ഇ എന്ന് പറയുന്നൊരു പോയിന്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്താ ചെയ്തിട്ടുള്ളത്, വിയിൽ നിന്ന് എ എഫ് എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലറിലേക്ക് നമുക്ക് വി എഫ് ഡിസ്റ്റൻസ് കറക്റ്റ് മാർക്ക് ചെയ്യുക. അതായത് ഇത് എത്രയാണോ 11.25 എന്നുള്ള അളവ് കറക്റ്റ് കോമ്പസിലെടുത്ത് ജസ്റ്റ് ഒരു കർവ് മാർക്ക് ചെയ്താൽ എന്ത് കിട്ടും, ഇ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. അടുത്തത് എ ടു ഇ, അത് എക്സ്റ്റെൻഡ് ചെയ്യുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇയിലൂടെ ആ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, എ മുതൽ ഇ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Then mark number of points 1, 2, 3 etc. on the axis on the right side of point capital V, അതായത് vertex. These points need not be equidistant. ഇവിടെ നോക്കാം, ഈ വി എന്നുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു എലിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ എലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഈക്വൽ ഡിസ്റ്റൻസിലൊന്നും നമ്മൾ മാർക്ക് ചെയ്യേണ്ട. നമ്മൾ ഏകദേശം ഒരു 1 എന്ന് പറയുന്നൊരു പോയിന്റ്, 1 എന്നുള്ള പോയിന്റ് ഞാനൊരു ഡോട്ട് ഇവിടെ ഇട്ടു. സെക്കൻഡ് 2 എന്ന് പറയുന്നൊരു ഡോട്ട് ഇവിടെ മാർക്ക് ചെയ്തു. 3 പറയുന്നൊരു ഡോട്ട് ഇവിടെ മാർക്ക് ചെയ്തു. 4 പറയുന്നൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ ഒരു 5. ഈ എൻഡിലേക്ക് എത്തുമ്പോൾ, ഒരു പകുതി കഴിഞ്ഞ് എൻഡിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി അടുത്തടുത്ത് മാർക്ക് ചെയ്താൽ ഒന്നുകൂടി നിങ്ങളുടെ പെർഫെക്ഷൻ, അതായത് എലിപ്സിലെ പെർഫെക്ഷൻ ഒന്നുകൂടി കൂടും. അപ്പോൾ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലല്ല, പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈക്വൽ ഡിസ്റ്റൻസിലല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ത്രൂ ദിസ് പോയിന്റ് 1, 2, 3 etc. draw perpendicular to the axis to meet line AE produced at 1-, 2-, 3- etc. അപ്പോൾ നമ്മൾ വരച്ച 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഓരോ പോയിന്റുകളുണ്ട്. ആ പോയിന്റ് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എ ഇ എന്ന് പറയുന്ന ലൈനിലേക്ക്, എ ഇ എന്ന് പറയുന്ന സ്ലോപ്പ് ലൈനിലേക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവിടെ ആ എ ഇ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ നമുക്ക് 1-, 2-, 3-, 4-, 5- ഈ പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടി. അതിനുശേഷം ചെയ്യേണ്ടത് വിത്ത് എഫ് ആസ് എ സെൻറ്റർ, എഫ് സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് 1 മുതൽ, അതായത് ഈ പോയിന്റ് മുതൽ 1 മുതൽ 1- വരെ, അതായത് എ ഇയിൽ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 1-1- ഡിസ്റ്റൻസ് എഫിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ 1-1- തന്നെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതായത് P1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, അപ്പോൾ P1 എന്നുള്ളൊരു പോയിന്റ് കിട്ടി. അതുപോലെ തന്നെ ഇതേ പ്രൊസീജിയറാണ് ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. സിമിലർലി ഒബ്റ്റെയിൻ പോയിന്റ്സ് P2, P3, P4, P5 etc. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്, 2 മുതൽ 2- വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. എഫിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, എഫിൽ കേന്ദ്രമായിട്ട് സെൻറ്ററായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ P2 എന്ന് പറയുന്ന ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ 3 എടുക്കുക, എഫ് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്തു, P3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. 4 എന്ന് എടുക്കുക, അതുപോലെ തന്നെ എഫിൽ കണക്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എഫിൽ കണക്ട് ചെയ്തിട്ടാണ്, എഫ് സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ ഓരോ കോമ്പസിലും ഒരു ആർക്ക് അതാത് ലൈനിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ P4 എന്ന് കിട്ടി. അങ്ങനെ 5 എടുക്കുക,
പോലെ തന്നെ എഫിൽ കണക്ട് ചെയ്യുക, നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ എഫിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. അതായത് 1 മുകളിലേക്ക് വരച്ച് അതേപോലെ തന്നെ കുറച്ച് താഴത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 3 4 ഇതെല്ലാം താഴേക്കും ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഇതേ ഫോക്കൽ എഫ് പോയിന്റിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത ലൈനിൽ കാണിക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എല്ലാ പോയിന്റ്സും നമ്മൾ എലിപ്സ് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതെല്ലാം കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. ഇവിടെ നോക്കാം. ഡ്രോ എ സ്മൂത്ത് കർവ് പാസിംഗ് ത്രൂ ആൾ ദീസ് പോയിന്റ്സ്. എല്ലാ പോയിന്റിലൂടെയും കണക്ട് ചെയ്യുന്ന സ്മൂത്ത് ആയിട്ടുള്ള കർവ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ വൃത്തിയായിട്ട് പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെർട്ടെക്സ് വി എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ഈ പോയിന്റിലേക്ക് P1 എന്നുള്ള പോയിന്റിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക. അടുത്തത് P1 നിന്ന് ജസ്റ്റ് P2 ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുക. ജസ്റ്റ് തിന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ദെൻ P2 എന്ന് പറയുന്നതും P3 എന്ന് പറയും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് P3 എന്ന് പറയുന്നതും P4 ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ F5 കണക്ട് ചെയ്ത വാല്യൂ ഉണ്ടായിരിക്കും, ആ കർവിലൂടെയും ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക. മുകളിലുള്ള അതേ ഇമേജ് എന്ത് ചെയ്യുക, താഴേക്കും മിറർ ചെയ്ത് വരച്ച പോലെ തന്നെ നമ്മൾ താഴെയുള്ള പോയിന്റ്സും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് ടു ഡ്രോ എ ടാൻജൻറ്റ് ആൻഡ് എ നോർമൽ ടു എനി പോയിന്റ്. ഒരു ടാൻജൻറ്റ് വരയ്ക്കാനും നമ്മളോട് ഇത്രയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ കർവ് വരയ്ക്കുന്നത് കഴിഞ്ഞ് ഇതുവരെ ഒരു പ്രൊസീജിയറായിരുന്നു എലിപ്സ് വരയ്ക്കുക എന്നുള്ളത്. എലിപ്സ് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടു ഡ്രോ എ ടാൻജൻറ്റ് ആൻഡ് എ നോർമൽ അറ്റ് എനി പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിന് ടാൻജൻറ്റ് വരച്ച് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ഉള്ള ഒരു നോർമൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതാണ് ആ പോയിന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 25 mm ആയിട്ടാണ് ആ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. 25 mm എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, നമ്മൾ ടോട്ടൽ വി മുതൽ വി ഡാഷ് വരെ, വി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ എലിപ്സ് എൻഡ് ചെയ്യുന്ന പോയിന്റ് വി ഡാഷ്, അവിടെ നിന്ന് നമുക്ക് എഫ് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് വി എഫ് എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ്, അതേ വി എഫ് തന്നെ കോമ്പസിലെടുത്തിട്ട് വിയിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ എഫ് മാർക്ക് ചെയ്യുക. അതായത് എഫ് ഡാഷ്, ഇവിടെ വി ഡാഷ്, ഇവിടെ വി ആയിരുന്നു, ഇത് എഫ് ആയിരുന്നു, അത് എഫ് ഡാഷും വി ഡാഷും ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ എഫ് ഡാഷ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ഡാഷിൻ്റെ പകുതിയാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. അതായത് എലിപ്സിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതിയാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. ഓക്ക് കറസ്പോണ്ടിങ് ഉള്ള വെർട്ടിക്കൽ ആക്സിസ് ആണ് ഈ ബി ഡാഷ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒ എന്ന് പറയുന്ന പോയിന്റിൽ 25 mm എടുത്ത് നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിട്ടുന്ന ആർക്ക് എവിടെയാണോ കട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ വരച്ച എലിപ്സിൽ കട്ട് ചെയ്യുന്നത് എവിടെയാണോ ആ പോയിന്റിന് ക്യാപിറ്റൽ P എന്നുള്ളൊരു പോയിന്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ നിന്ന് എഫിലേക്ക് കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലൊക്കേറ്റ് എനി പോയിന്റ് ക്യാപിറ്റൽ P ടേക്കിംഗ് OP is equal to 25 mm ഓൺ ദി എലിപ്സ് ആൻഡ് ജോയിൻ P വിത്ത് എഫ് ഡാഷ്. പിയും അതുപോലെ തന്നെ എഫ് ഡാഷും ജസ്റ്റ് ജോയിൻ ചെയ്യുക. എഫ് ഡാഷ് ടി പെർപെൻഡിക്കുലർ പി എഫ് ഡാഷ് ടു മീറ്റ് ദി ഡയറക്ട്രിക്സ് ഡി ഡാഷ് ആറ്റ് ടി. നമ്മൾ ഈ സൈഡിൽ നമ്മൾ കറക്റ്റ് ഇതേ ഡിസ്റ്റൻസ് വി എ എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് വി ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. അതാണ് ഡയറക്ട്രിക്സ് ഈ സൈഡിൽ കൂടി വരച്ചു. ഇവിടെ ഡി ഡാഷ് ആയിരുന്നു, ഇവിടെ ഡി ഡാഷ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരച്ചു. ഈ വരച്ച പിയും എഫ് ഡാഷും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു കുറച്ച് മുന്നേ. ആ കണക്ട് ചെയ്തതിന് കറസ്പോണ്ടിങ് ഇത് ഈ ലൈനിന്, അതായത് പി എഫ് ഡാഷ് എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ ലൈനിലേക്ക് ഡി ഡാഷ് എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലറാണ് വരച്ചിട്ടുള്ളത്. ബ്ലൂ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലറിനെ ഈ പോയിന്റിൽ എത്തുന്നതിന് ക്യാപിറ്റൽ ടി എന്നുള്ള നെയിം കൊടുക്കുക. ജോയിൻ ടി പി ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ് ടു ടി. അതായത് ടിയും പി എന്ന് പറയുന്ന ആ കർവിൽ നമ്മൾ 25 mm മാർക്ക് ചെയ്ത് ആ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുക. അത് ടി എന്ന് പറയുന്ന ആ ലൈന് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ ടി പി ടി ഈസ് റിക്വയർഡ് ടാൻജൻറ്റ്. ഇവിടെ നോക്കുക, ടി പി ടി, അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ എഫ് ഡാഷ് പി എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ടി കിട്ടി. ഈ ടിയിൽ നിന്ന് നമ്മൾ ഈ പിയിലൂടെ കടന്നു പോകുന്ന ലൈൻ വരച്ചു.
ഓക്കെ, അതാണ് ടി പി ടി എന്ന് പറയുന്ന ലൈന്. അതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ഈ ലൈനിന് ടി പി ടി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന പോയിൻ്റ്, ആ പോയിൻ്റ് ആക്സിൽ മുട്ടുന്ന എവിടെയാണോ ആ പോയിൻ്റാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോ എൻ പി എൻ ത്രൂ ദി പോയിൻ്റ് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു ടി പി ടി. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ടി പി ടിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അല്ലെങ്കിൽ പി എന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ ആ നോർമൽ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആക്സിസിൽ, അതായത് എ ഡാഷ് എന്ന് പറയുന്ന ആക്സിസിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിൻ്റ് നോർമൽ ക്യാപിറ്റൽ എന്നുള്ളത് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു എലിപ്സ് ക്രിയേറ്റ് ആവുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് സെക്ഷൻസും പഠിക്കും. ഹൈപ്പർബോള, പാരാബോള, ഈ സെക്ഷൻസും എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എലിപ്സാണ്.